നമുക്ക് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത ഒന്നാണ് പരിസ്ഥിതി ദിനത്തിലെ വിവാദം അല്ലേ. ഈ മന്ത്രി രാജ്ഭവനിലേക്ക് എത്തുന്നു, രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രം അതിനു മുന്നിൽ പൂജിക്കാനുള്ള ഗവർണറുടെ ഒരു ശാഠ്യം വരുന്നു, അത് നടക്കില്ല എന്ന് പറഞ്ഞ് മന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നു. മറ്റ് സംഭവങ്ങളിലേക്കൊക്കെ പിന്നെ വഴിമാറി ചർച്ചകളൊക്കെ പോയതാണ്. അപ്പോൾ ആ വിവാദമൊന്നും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. പക്ഷേ മറ്റൊരു വിവാദത്തിന് ഇവിടെ ഒരുപക്ഷെ തുടക്കമായേക്കാം. ഈ ഭാരതാംബ വിവാദത്തിനിടയിൽ തന്നെ CPIയുടെ പരിപാടിയുടെ പോസ്റ്ററിൽ ദേശീയ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഈ കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പോസ്റ്ററിലാണ് ഭാരതാംബയുടെ ചിത്രം വന്നത്. അതിപ്പോൾ വലിയ ചർച്ചയാവുന്നുണ്ട് കേട്ടോ. ജില്ലാ നേതൃത്വം ഇടപെട്ടതോടെ ഇപ്പോൾ പോസ്റ്റർ പിൻവലിച്ചിട്ടുണ്ട്. ഗോകുൽ രമേശുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമുക്കിപ്പം ഗോകുലിനോട് ചോദിക്കാം. ഗോകുലെ, ഒരു വിവാദം കെട്ടടങ്ങിയിട്ടില്ല, ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് CPIയുടെ തന്നെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് CPIയുടെ തന്നെ സമ്മേളന പോസ്റ്ററിൽ ഭാരതാംബയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ ആ ചിത്രത്തിനും പ്രത്യേകതയുണ്ട്. ദേശീയ പതാക കയ്യിലേന്തിയ ഭാരതാംബയാണ്. ഇപ്പോൾ എന്താണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഗോകുലെ, കേൾക്കാമോ? ഗോകുലിലേക്ക് എത്താം. ഭാരതാംബ വിവാദത്തിനിടയിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോസ്റ്ററാണ് വിവാദമായി പോസ്റ്റർ. ഇത് നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ തന്നെ അത് നീക്കം ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ. ഇത് ഭാരതാംബയുടെ ചിത്രം അതിൽ വ്യക്തമാണ്. CPIയുടെ പരിപാടിയുടെ പോസ്റ്ററാണ് ഇത്. നമുക്കറിയാവുന്നതുപോലെ ഒരു വലിയ വിവാദം നിലനിൽക്കുകയാണ്. CPIയുമായി റിലേറ്റ് ചെയ്ത ഒരു വിവാദം നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ ഒരു പോസ്റ്റർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഗോകുലെ, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. സെതു, നിലവിൽ ഈ വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും CPIയുടെ പോസ്റ്ററിൽ ഭാരതാംബയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. CPI കോട്ടയം മണ്ഡലത്തിന്റെ പ്രതിനിധി സമ്മേളനം അടുത്ത 3 ദിവസങ്ങളിലായിട്ട് കോട്ടയം പാക്കിലിൽ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പോസ്റ്ററിലാണ് ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം വന്നിരിക്കുന്നത്. ത്രിവർണ പതാക ഏന്തി ത്രിവർണ നിറമുള്ള സാരി ധരിച്ചുകൊണ്ടുള്ള ഭാരതാംബയുടെ ചിത്രമാണ് ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം വലിയ വിവാദമായിട്ടുണ്ട് പ്രാദേശിക തലത്തിൽ. അതുകൊണ്ട് തന്നെ ജില്ലാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ പോസ്റ്റർ ഇപ്പോൾ പിൻവലിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് പോസ്റ്റർ പുറത്തിറക്കിയത് എന്നത് സംബന്ധിച്ച് അറിവില്ല. എന്തായാലും സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അത് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ടാണ് CPI ജില്ലാ സെക്രട്ടറി നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കടുത്ത വിമർശനങ്ങൾക്ക് ആ ഒരു പോസ്റ്റർ വഴിവെച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയ്ക്കും അത് കാരണമായിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും മറ്റ് പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് CPIക്കെതിരായിട്ട് വലിയ വിമർശനങ്ങളും ആ രീതിയിലുള്ള പോസ്റ്റുകളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അടിയന്തരമായിട്ട് ഇത് ഇടപെട്ട് പിൻവലിച്ചെങ്കിൽ കൂടിയിട്ടും അത് മറ്റ് സൈബർ ഇടങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നേതൃത്വം ഇടപെട്ട് പോസ്റ്റർ പിൻവലിച്ചാലും അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും ലഭ്യമാണ്. തീർച്ചയായും അത് എതിരാളികൾ വലിയ രാഷ്ട്രീയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ വലിയ നിലപാടൊക്കെ എടുത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ തന്നെ ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വരിക എന്ന് പറയുമ്പോൾ എതിരാളികളും പാർട്ടിക്കുള്ളിലുമൊക്കെ ഭിന്നാഭിപ്രായങ്ങൾ വരാനും എതിരാളികൾ അതിനെ വലിയ ആയുധമാക്കാനും ഒക്കെയുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾക്ക് നമുക്ക് കൂടുതൽ പേരുടെ പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ബിനോയ് വിശ്വത്തിന്റെ അടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ ഇനി ഈ വിഷയത്തിൽ വരുമെന്നും പ്രതീക്ഷിക്കാം. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.